നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി. എല്ലാവർക്കും ഉന്നതമായ നമസ്കാരം. എൻ്റെ ഒരു പി കെ മേദിനി, പ്രായം 92 വയസ്സ്. ഇപ്രാവശ്യം ഒരു വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. 14 ജില്ലകളിലും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള മത്സരം തന്നെയാണ്. രാജവാഴ്ചയ്ക്കെതിരെ, ദിവാൻ ഭരണത്തിനെതിരെ, പ്രായപൂർത്തി വോട്ടവകാശം ഉൾപ്പെടെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ, മാറുമറക്കാനുള്ള സമരം, അടിച്ചമർത്തലിനുള്ള സമരം, ജാതിമത ചിന്തകൾക്കുള്ള എത്രയോ പോരാട്ടങ്ങൾ, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. പുരോഗമന ചിന്താഗതിയുള്ളവർ, മനുഷ്യസ്നേഹികളെല്ലാം ഉള്ള ഒരു വലിയ ശക്തിയായി നമ്മൾ വളർന്നിട്ടുണ്ട്. ആ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉതകുന്ന തെരഞ്ഞെടുപ്പാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന് ഉത്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുനാഥന്റെ ദേവന്റെ നാടാണ്. അതുകൊണ്ട് 4ാം തലമുറകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിവിടെ ജീവിക്കണമെങ്കിൽ, മനുഷ്യരെ പോലെ ജീവിക്കണമെങ്കിൽ, സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചാൽ മാത്രമേ നടക്കുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാനും എന്നെപ്പോലുള്ള പാവപ്പെട്ട ഒരുപാട് അമ്മമാർ അവരുടെ കണ്ണുനീരാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അതിന് നിങ്ങൾക്ക് മനസ്സുണ്ടാകട്ടെ, അതിനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ. അത് രക്തസാക്ഷികളുടെ പേരിലാണ് ഞാൻ പറഞ്ഞത്. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ, പുളകങ്ങളെ, വീരപുളകങ്ങളെ, വീരകേരളത്തിൻ്റെ രോമാഞ്ചങ്ങളെ, വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ, നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണ് റെഡ് സല്യൂട്ട്. ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണ് റെഡ് സല്യൂട്ട്. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്. നിങ്ങൾ മരിച്ചു വീണ ഗ്രാമങ്ങളെ, നിങ്ങൾ തൻ രക്തവർണ്ണമാർന്ന പൂകൾ ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ ആരാമങ്ങളെ, ആരാമങ്ങളെ. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്. എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ.